ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈ ഒരു പൈനാപ്പിൾ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. പൈനാപ്പിൾ മാത്രം മതി ഈ ഒരു പ്ലം കേക്ക് ചെയ്യാൻ. വേറെ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നേക്കണേ. അപ്പോൾ റെസിപ്പി നോക്കാം. ഇതിനു വേണ്ടി ആദ്യം കാരമൽ റെഡിയാക്കി എടുക്കണം. അതിനായി 250 ml കപ്പിൽ 3/4 കപ്പ് ഷുഗർ ചൂടായ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ മെൽറ്റായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. കാരമൽ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. ഫ്ലെയിം കുറച്ച് തന്നെ കാരമൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പതുക്കെ തന്നെ കളറൊന്ന് ചേഞ്ചായി വരും. ഇത് മേത്ത് തെറിക്കാതെ സൂക്ഷിക്കാം. മേത്ത് തെറിച്ചാൽ നല്ല പൊള്ളലുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുക. കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ തന്നെ കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ ഡാർക്ക് കളറിൽ കാരമൽ റെഡി ആയാൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ക്ലിപ്സ് ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. 1/2 കപ്പ് നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒന്ന് കട്ട പിടിച്ചാലും കുഴപ്പമില്ല. ഇളക്കി കൊടുക്കുക. അത് തിളച്ച് വരുമ്പോൾ സെറ്റായി വരും. ഇപ്പോൾ ഇവിടെ കാരമലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 1/4 ഭാഗത്തോളം ഒരു ബൗളിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത്രയും ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ 1/4 ഭാഗം കാരമൽ ഉണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. ഇത് 1 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. 2 കപ്പ് വരെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. റിച്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഇതിൽ നിന്നും നല്ലതുപോലെ വെള്ളം ഇറങ്ങും. അതൊന്ന് വറ്റി വരണം. അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതും തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സി ജാറിൽ 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. 1 ഏലക്ക, ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇതുപോലെ ഫൈനായി തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കുക. ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി മാത്രം ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലതുപോലെ അരിച്ച് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. 1 കിലോ വരുന്ന ഈ ഒരു പ്ലം കേക്ക് ഇതിൽ കറക്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് എല്ലാ വശത്തും ആവുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ മൈദ കൂടി ചേർത്ത് ഇതുപോലെ തന്നെ ഡസ്റ്റ് ചെയ്തെടുക്കുക. കേക്ക് ടിന്നിൻ്റെ എല്ലാ വശത്തും ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കേക്ക് ടിൻ ഇവിടെ റെഡിയായി. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി എടുക്കുക. 3 മുട്ട ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. കൂടെ പൊടിച്ച് വെച്ച പഞ്ചസാരയും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്ററിൽ ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിലും ചെയ്തെടുക്കുക. മിക്സി ഉപയോഗിച്ച് കേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ തന്നെ എല്ലാം ക്ലിയറായി മനസ്സിലാവും. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരമൽ ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. ചൂട് പോയ ശേഷം മാത്രം എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് നിന്നാൽ മതി. അത് മുഴുവനായും ചേർത്ത് കൊടുത്ത് ബീറ്റർ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. ബീറ്റർ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് സ്പീഡ് ഉപയോഗിച്ച് പതുക്കെ മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ സ്പാച്ചുല കൊണ്ടോ തവി കൊണ്ടോ ബാറ്റർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്. ലെങ്ത്ത് കൂടാതിരിക്കാനാണ് വീഡിയോ സ്പീഡ് കൂട്ടി കാണിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ സ്ലോ ആയി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലോർ മിക്സ് കുറേശ്ശെ ചേർത്ത് സ്പാച്ചുലയോ വിസ്കോ കൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്നിച്ച് ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കരുത്. ബാച്ചസ് ആയി മാത്രം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ പതിയെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുത്തത് ഒന്ന് മിക്സ് ആയി വന്നാൽ നെക്സ്റ്റ് ബാച്ച് ഫ്ലോർ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ മുഴുവനായും ചെയ്തെടുക്കുക.
ഇതിലേക്ക് പൈനാപ്പിൾ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതും ചൂടുണ്ടാവരുത്. ഇതും കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പൈനാപ്പിൾ മിക്സും ഫ്ലോർ മിക്സും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫ്ലോർ മിക്സ് തീരുന്നത് വരെ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്തെടുക്കുക. പ്ലം കേക്കിൻ്റെ ബാറ്റർ കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഉണ്ടാവാറ്. ഇതിലേക്ക് ഇനി വേറെ വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പതുക്കെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ക്ഷമയോടെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ മിക്സായി വന്നോളൂ. ഇതിപ്പോൾ കേക്ക് ബാറ്ററൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് കാഷ്യൂസും ചെറീസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കയ്യിലിരിപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും വിഷയമൊന്നുമില്ല. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ചെറീസും കാഷ്യൂസും ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ കാണാൻ നല്ല ലുക്കായിട്ടുണ്ടല്ലേ. ഇനി ഇത് നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. ചൂട് കട്ടിയുള്ളൊരു പാത്രം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 50 to 55 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. ചിലപ്പോൾ ഫ്ലെയിമിൽ മാറ്റം വന്നേക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ 5-10 മിനിറ്റ് കൂടി വെച്ച് നോക്കുക. എനിക്കിവിടെ 50 മിനിറ്റിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കുക്കായി എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട്. ക്ലിയർ ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കേക്ക് ടിന്ന് മാറ്റി വയ്ക്കാൻ. നല്ല ചൂടുണ്ട്. ചൂടാറിയ ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇത് ഒരു ദിവസം കഴിഞ്ഞാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുതലാവുന്നത്. ഇതിപ്പോൾ ക്ഷമയില്ലാത്തത് കൊണ്ട് ഇപ്പം തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കത്തി കൊണ്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെക്കാത്തത് കൊണ്ട് അടിയൊന്നും കരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. ഇതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. കാരമലിൽ കുക്കായ പൈനാപ്പിളൊക്കെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. ബേക്കിംഗ് ഒട്ടും അറിയാത്തവർക്ക് പോലും ഈ ഒരു പൈനാപ്പിൾ കേക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പ്ലം കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം എല്ലാ ഭാഗത്തും പൈനാപ്പിൾ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. പൈനാപ്പിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൈനാപ്പിൾ ഇല്ലെന്ന് വെച്ച് ഈ റെസിപ്പി ട്രൈ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് പൈനാപ്പിൾ ചേർക്കുന്ന ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് കാരമൽ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള പ്ലെയിൻ ആയിട്ടുള്ള പ്ലം കേക്ക് കിട്ടും. ഇനി നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് സെയിൽ ചെയ്യാനും പറ്റും. സെയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് 1 kg അളവ് വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ എന്തായാലും ഓവനില്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി അല്ലേ ഇത്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.